ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. ഇന്നത്തെ ലഞ്ചിന് ഞാൻ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് ചോറ്, മീൻകറി, കോവയ്ക്ക മെഴുക്കുവരട്ടി, മീൻ വറുത്തത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമ്മൾ നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ഇവയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയുള്ളി, വെളുത്തുള്ളി, മുളക്, ഇഞ്ചി ഇതെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും. ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. ഇന്ന് ഞാൻ വെക്കുന്നത് അയല മുളകിട്ട മീൻ കറിയാണ്. അപ്പോൾ അതിന് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നതെന്ന് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞിട്ടു, അതിലേക്ക് കറിവേപ്പില ഇട്ടു, വെളുത്തുള്ളി അരിഞ്ഞിട്ടു, ഇഞ്ചി ഇട്ടു, അതുപോലെ തന്നെ കുറച്ച് മുളകും, നമ്മൾ എന്ത് മുളകാണോ ഉപയോഗിക്കുന്നത് പച്ചമുളക് അത് നമുക്ക് 2ആയിട്ടൊക്കെ 3ആയിട്ടൊക്കെ ഒന്ന് കീറി അതിലേക്കിടാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം നമുക്ക് വേണ്ട പൊടികളിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് കണക്കാക്കിയിട്ട് നമുക്ക് മുളക് പൊടി ഇടാം. അതുപോലെ തന്നെ ഒരു ലേശം മല്ലിപ്പൊടി ഒരുപാട് ഇടരുത് മീൻ കറിക്ക്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടുപ്പിൽ വയ്ക്കാം. ആ വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിയും നമുക്ക് അതിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമുക്ക് മീൻ കറിക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ലൂസായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് വറക്കാനുള്ള മീനൊക്കെ ഇട്ടിട്ട് നന്നായി പരട്ടി വെക്കാം. അപ്പോൾ ഇതൊരു 1 മണിക്കൂറൊക്കെ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസാലയും ഉപ്പൊക്കെ മീനിൽ പിടിച്ചിട്ടുണ്ടാകും. മീൻ കറിയുടെ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിൽ ഉപ്പ് പാകത്തിനാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉപ്പ് പാകത്തിനല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് വെള്ളം കൂടെ കണക്കാക്കി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറി വെക്കേണ്ട മീൻ അതിലേക്ക് ഇട്ടിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി കോവയ്ക്ക മെഴുകുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോവയ്ക്ക ഓൾറെഡി കഴുകി വെച്ചിരിക്കുന്നത് വട്ടത്തിൽ അരിയാൻ വേണ്ടി പോവാണ്. കോവയ്ക്ക എല്ലാം നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്ത ശേഷം അതിലേക്ക് തന്നെ കുറച്ചൊരു ഇഞ്ചിയും അരിഞ്ഞിട്ടാണ്. കോവയ്ക്കത്തോരയിൽ ഇഞ്ചി ലേശിടുമ്പോൾ ഒരു ചെറിയൊരു ഫ്ലേവർ നല്ല വ്യത്യാസത്തിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് മുളകും കൂടി അരിഞ്ഞിടാം. ഈ കോവയ്ക്ക് തോരൻ വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് മീൻ കറിയിലേക്ക് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട്, കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയിട്ട് അതും പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് ഇത് നമുക്ക് മീൻ കറിയിലേക്ക് ഇട്ടാം. അപ്പം മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. മുളകിട്ട മീൻ കറിക്ക് ഈ ഒരു കടുക് പൊട്ടിച്ചിടുമ്പോഴാണ് നല്ല ടേസ്റ്റായി വരിക. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് മീൻ കറി ഇളക്കി കൊടുക്കുക. ഇത് ഓൾറെഡി വേവിച്ചതാണ്, ഒരുപാട് ഇളക്കാൻ നിൽക്കരുത്. ഒന്ന് പയ്യെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് ഒഴിക്കാവുള്ളൂ. നമ്മൾ ഓവർ ഇളക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പയ്യെ ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതിട്ട് അതുമായ ശേഷം നമുക്ക് ഓൾറെഡി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക, ഇഞ്ചി, മുളക്, കറിവേപ്പിലയും കൂടെ അതിലേക്കിടാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവാൻ വെക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിന്നുള്ള കുറച്ച് വെള്ളം തന്നെ ഇറങ്ങിയിട്ട് അത് വെന്തോളും. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് നന്നായി ഫ്രൈ ആയിട്ടുണ്ടാകും. 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറക്കാം. മീൻ വറക്കാൻ നമ്മൾ ഓൾറെഡി മീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ ഒഴിച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വറക്കാനുള്ള മീനൊക്കെ അതിലേക്ക് ഇട്ടിട്ട് 2 സൈഡ് നന്നായി മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറി റെഡിയായി. ഇനി നമുക്കിതെല്ലാം കൂട്ടിയിട്ട് ചോറുണ്ടാൽ മതി.
കോവയ്ക്ക പുരട്ടിയും മീൻ വറുത്തൊക്കെ പൊടിച്ചുകൊണ്ടാൽ അടിപൊളിയായിരിക്കും. അതിൻ്റെ കൂടെ മീൻ കറിയും കൂടി ആയാൽ പരിപ്പ് അറിയാൻ വേണ്ട.